നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നൊരു യാത്രയിലാണ്. തിരുവനന്തപുരം മുതൽ മധുര വരെയുള്ളൊരു യാത്രയാണ്. ഏകദേശം 300 കിലോമീറ്ററാണ് തിരുവനന്തപുരം മുതൽ മധുര വരെയുള്ള ഡിസ്റ്റൻസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 0 ആക്കിയിട്ടുണ്ടായിരുന്നു സ്പീഡോമീറ്റർ. അതുപോലെ തന്നെ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് 7:10. ഇപ്പം ഞാൻ ബാലരാമപുരം എത്തിയിട്ടുണ്ട്. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. രാവിലെ ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത വിധം ട്രാഫിക്കാണ്. ഇപ്പോൾ ഞാൻ തക്കൽ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നെയ്യാറ്റിൻകരയും പാറശ്ശാലയും മാർത്താണ്ഡത്തൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നാഗർകോവിൽ ടൗണിലേക്ക് കടക്കും. നാഗർകോവിൽ ടൗൺ കഴിഞ്ഞാണ് 4-വേ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ 4-വേ ട്രാക്ക് തുടങ്ങുകയാണ്. 4-വേ ട്രാക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ബോർഡാണ് കാണുന്നത്, ടോൾ റോഡ് സ്റ്റാർട്ട്സ്. ഇവിടെ വരെ സഞ്ചരിച്ച കിലോമീറ്റർ ഞാൻ കാണിച്ചത് 73 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് 73 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് നാഗർകോവിലെത്തി 4-വേ ട്രാക്കിലേക്ക് കിടന്നു. 4-വേ ട്രാക്ക് തുടങ്ങി ആദ്യത്തെ ടോൾ ബൂത്ത് എത്തി. മധുര വരെ 5 ടോൾ ബൂത്താണുള്ളത്. ഓരോ ടോൾ ബൂത്തിലും ആവറേജ് 100-120 രൂപ ചാർജ് വരുന്നുണ്ട്. ഞാനിത് കാണിക്കുന്നത് അടിസ്ഥാന സൗകര്യമായ റോഡ് വികസനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. നാഷണൽ ഹൈവേ 44 ആണിത്. ഇത് ബാംഗ്ലൂർ വരെ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഹൈദരാബാദിലേക്കും അവിടുന്ന് മുംബൈയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ കണക്റ്റ് ആവുന്നുണ്ട്. രണ്ട് വശവും നല്ല മനോഹരമായ കാഴ്ചയും കാറ്റാടിപ്പാടവും അതൊക്കെ നമുക്ക് കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം, നല്ല റോഡിലൂടെ മനസ്സിന് ടെൻഷൻ ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം. ഇവിടെയൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. മോഹൻലാലിൻ്റെ ജില്ലയും സൂര്യയുടെ സിംഗം സിനിമയൊക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ടോൾ ഗേറ്റ് എത്തി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആദ്യത്തെ 73 കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം 2.5 മണിക്കൂറാണ്. ഇനിയുള്ള 227 കിലോമീറ്റർ യാത്ര ചെയ്യാനും എനിക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ഞാൻ 7:10 വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ മധുരയിൽ എത്തുന്നത് 12:45. ഇതിലൊരു അരമണിക്കൂർ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പെട്രോൾ അടിക്കാനും ഒക്കെ ആയിട്ടുള്ള സമയമെടുത്തു. ശരിക്കും അപ്പോൾ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. ആദ്യത്തെ 73 കിലോമീറ്ററിന് 2.5 മണിക്കൂർ, അടുത്ത 227 കിലോമീറ്ററിന് 2.5 മണിക്കൂർ. ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ടത് ഞാൻ മധുരയിലെത്തിയ സമയവും മധുര വരെ എത്തിയ കിലോമീറ്ററും കൃത്യമായി കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അവസാനത്തെ ടോൾ ഗേറ്റും എത്തി. മധുരയ്ക്ക് മുമ്പുള്ള അവസാനത്തെ ടോൾ ഗേറ്റ് സർവീസ് റോഡിൽ കയറി മധുര സിറ്റിക്കുള്ളിലേക്കുള്ള റോഡ് തിരിഞ്ഞ് ടൗണിനുള്ളിലേക്ക് കയറാറ്. ഞാൻ അങ്ങനെ പെരിയാർ ബസ് സ്റ്റാൻഡ് എത്തി. ഞാൻ പറഞ്ഞതുപോലെ സ്പീഡോമീറ്റർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സഞ്ചരിച്ച കിലോമീറ്ററും ഞാൻ മധുരയിലെത്തിയ സമയവും. ആദ്യത്തെ 73 കിലോമീറ്റർ യാത്ര ചെയ്തത് വളരെ മെൻ്റൽ സ്ട്രെസ്സോടു കൂടിയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത 227 കിലോമീറ്റർ ഒരു മെൻ്റൽ സ്ട്രെസ്സും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.